വിദേശത്തേക്ക് വിദ്യാഭ്യാസം തേടി പോകുന്നവരുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ സംസ്ഥാനത്ത് ഡിഗ്രി കോഴ്സുകൾക്ക് മാറ്റു കുറയുന്നു. വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതോടെ കേരളത്തിലെ 14 കോളേജുകൾ അടച്ചുപൂട്ടി. വിജ്ഞാനോത്സവത്തിലൂടെ ഡിഗ്രി കോഴ്സുകളുടെ മാറ്റുകൂട്ടാൻ സർക്കാർ ഒരുങ്ങുമ്പോഴും വിദ്യാർത്ഥികൾക്ക് പ്രിയം വിദേശ സർവകലാശാലകളാണ്. കൊറോണയ്ക്ക് ശേഷം വിദ്യാർത്ഥികളുടെ അഭിരുചിയിൽ വലിയ മാറ്റം സംഭവിച്ചത് കാര്യമായി തന്നെ പ്രകടമായിരുന്നു. മുമ്പ് ഡിഗ്രിക്ക് ശേഷം വിദേശത്തേക്ക് പോയിരുന്നവർ +2 കഴിയുന്നതോടെ യൂറോപ്പിലേക്ക് പറന്നു. വിദേശത്തേക്ക് വിദ്യാഭ്യാസം തേടി പോകുന്നവരുടെ ഒഴുക്ക് വർദ്ധിച്ചതോടെ സംസ്ഥാനത്ത് ഡിഗ്രി കോഴ്സുകൾക്ക് മാറ്റുകുറയുകയാണ്. വിദ്യാർത്ഥികളുടെ എണ്ണം കുറയുന്നതോടെ കേരളത്തിലെ 14 കോളേജുകൾ കഴിഞ്ഞ ദിവസം അടച്ചുപൂട്ടി. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത കോളേജുകളാണ് ഈ അധ്യയന വർഷം പ്രവർത്തനം അവസാനിപ്പിച്ചത്. ഇതിൽ പല കോളേജുകളും ഒരു കാലത്ത് വിദ്യാർത്ഥികളുടെ തള്ളിക്കയറ്റം ഉണ്ടായിരുന്നവയാണ്. വിദേശത്തേക്ക് വിദ്യാഭ്യാസം തേടി പോകുന്നവരുടെ ഒഴുക്ക് വർദ്ധിച്ചതും ഡിഗ്രി കോഴ്സുകൾക്ക് പഴയതുപോലെ ഡിമാൻഡ് ഇല്ലാതായതുമാണ് കോളേജുകൾക്ക് തിരിച്ചടിയായത്. ഒട്ടുമിക്ക കോളേജുകളിലും ഡിഗ്രി കോഴ്സുകളിലേക്ക് കുട്ടികളെ കിട്ടാത്ത അവസ്ഥയാണ് നിലനിൽക്കുന്നത്. പല സർവകലാശാലകളിലും ഡിഗ്രി സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നു. ഇതിനിടയിലാണ് വിജ്ഞാനോത്സവത്തിലൂടെ 4 വർഷ ഡിഗ്രി കോഴ്സുകൾക്ക് സംസ്ഥാന സർക്കാർ തുടക്കമിട്ടത്. ആദ്യ വർഷം കാര്യമായ തള്ളിക്കയറ്റം പല കോളേജുകളിലും ഇല്ലെന്നാണ് സൂചന. ഡിഗ്രി കോഴ്സുകളുടെ മാറ്റുകൂട്ടാൻ സർക്കാർ ഒരുങ്ങുമ്പോഴും വിദ്യാർത്ഥികൾക്ക് പ്രിയ വിദേശ സർവകലാശാലകൾ തന്നെയാണ്. ഉയർന്ന ഫീസും പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കുന്നതിലെ കാലതാമസമടക്കം കൊഴിഞ്ഞുപോക്കുകൾക്കും വിദേശ സർവകലാശാലയിലേക്കുള്ള പോക്കിനും ഇടയാക്കിയിട്ടുണ്ട്. ജനം, തിരുവനന്തപുരം.